ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സഹനങ്ങളിൽ നമ്മെ ശുദ്ധീകരിക്കുന്ന, വെടിപ്പാക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ 6 വാക്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അത് പ്രാർത്ഥനയാക്കാം, അത് ധ്യാനമാക്കാം. എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. My child, when you come to serve the Lord, prepare yourself for trials. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് പ്രലോഭനങ്ങൾ, സഹനങ്ങൾ, കഷ്ടദുരിതങ്ങൾ. ഇവിടെ പ്രഭാഷകൻ വളരെ റിയലിസ്റ്റിക് സ്പിരിച്വാലിറ്റി, വളരെ യാഥാർത്ഥ്യ ബോധമുള്ള ഒരു ആത്മീയത നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകില്ല എന്നതിൻ്റെ അർത്ഥമല്ല, മറിച്ച് ആ പ്രലോഭനങ്ങളുടെ ഘട്ടത്തെ, ആ സഹനകാലത്തെ അതിജീവിക്കാൻ നമുക്ക് ബലം തരുന്നതാണ് വിശ്വാസം. നിലനിൽപ്പാണ് വിശ്വാസം നമുക്ക് തരുന്ന സമ്മാനം. ഈ കാലത്താണ്, ഈ സഹനത്തിൻ്റെ, നിലനിൽപ്പിൻ്റെ ഈ കാലത്താണ് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ നമ്മൾ ശുദ്ധി വരുന്നതെന്ന് തിരിച്ചറിയണം. നോമ്പുകാലം ഇത് സൗകര്യങ്ങളുടെ, ഇത് കംഫർട്ടിൻ്റെ കാലമല്ല. ഇത് അനുയാത്രയുടെ കാലമാണ്. കർത്താവിനോട് ചേർന്ന് നടക്കുന്ന കാലമാണ് നോമ്പുകാലം. ഈ നോമ്പുകാലത്ത് നമ്മുടെ സഹന ഞെരുക്കങ്ങളെ കർത്താവിനോട് ചേർന്ന് ഏറ്റെടുക്കാൻ നമുക്ക് പഠിക്കാം. അവൻ കുടിച്ച പാനപാത്രത്തിൻ്റെ പങ്ക് കുടിക്കാൻ നമുക്ക് ഒരുങ്ങാം. ആവിലായിലെ അമ്മ ത്രേസ്യ പറയുന്ന വാക്യം, പേഷ്യൻസ് ഒബ്റ്റെയിൻസ് ഓൾ തിങ്സ്. ക്ഷമാപൂർവമായ കാത്തിരിപ്പ് നിനക്കെല്ലാ നന്മകളും സമ്മാനിക്കും. പേഷ്യൻസ് ഒബ്റ്റെയിൻസ് ഓൾ തിങ്സ്. നമുക്കും കാത്തിരിക്കാം, കർത്താവ് ഇടപെടും. പ്രഭാഷകൻ 2:6 നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത്, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, പരീക്ഷണങ്ങളുടെ ഈ കാലത്ത് നീ എന്നെ ബലപ്പെടുത്തണമേ. എൻ്റെ ഹൃദയത്തിന് നീ കാത്തിരിക്കാനുള്ള ക്ഷമയും നിന്നോട്ടുള്ള വിശ്വസ്തതയും സമ്മാനിക്കണമേ. കർത്താവേ, ഞാൻ എൻ്റെ ആശ്രയം പൂർണ്ണമായും നിന്നിൽ വയ്ക്കുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.